would you bring me a little water in a jar so I may have a drink? ആമേൻ. ഹല്ലേലൂയ. ഇന്ന് സമയത്ത് നേരം നമുക്ക് പരിചയമുള്ള സുപരിചിതമായ വേദഭാഗത്തു നിന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ദ പവർ ഓഫ് ഗിവിങ് ആൻഡ് ഒബീഡിയൻസ്. ആമേൻ. കൊടുക്കുന്നതിൻ്റെയും അനുസരണത്തിൻ്റെയും ശക്തി എന്നുള്ളതായ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. This morning I bring you a message from a very familiar passage titled The Power of Giving and Obedience. നമ്മൾ പലപ്പോഴും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നതായ വേളയിൽ ത്യാഗമെന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പറയപ്പെടുന്നതായ കാര്യങ്ങൾ ചിലപ്പോൾ വളരെ ഭയങ്കരമായ വലിയ കാര്യങ്ങളൊന്നുള്ളതായ നിലയിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. Well, sometimes when we come to the presence of God, we think about sacrifices, about how big it or small it may be. ആമേൻ. എന്നാൽ ദൈവമായ കർത്താവ് നമ്മൾ എന്തുമാത്രം ക്വാണ്ടിറ്റി കൊടുത്തു എന്നുള്ളതായ വിഷയമല്ല ദൈവം നോക്കുന്നത്. But God does not look at the quantity of that giving. ആമേൻ. ക്വാണ്ടിറ്റി ആവശ്യമായിരിക്കുന്നതായ സമയത്ത് ക്വാണ്ടിറ്റി ആവശ്യം തന്നെയാണ്. എന്നാൽ അത് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ കൂടെ ദൈവം നോക്കുന്നുണ്ട്. While quantity matters at time, God looks at your attitude. ആമേൻ. അപ്പോൾ നമ്മൾ ദൈവമായി കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കുന്നു, നാം കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കുന്നു, നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, നാം സ്തോത്രം ചെയ്യുമ്പോൾ എങ്ങനെ സ്തോത്രം ചെയ്യുന്നു എന്നുള്ളതെല്ലാം ദൈവം വീക്ഷിക്കുന്നുണ്ട്. Now God is constantly observing the attitude when you pray, when you give, when you're in the presence of God. ആമേൻ. ദൈവമായ കർത്താവ് ഇന്ന് പൽക്കാലം ഈ വചനത്തിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം എന്നെ പ്രേരിപ്പിച്ചതായ ശക്തി, അവനെ പ്രേരിപ്പിച്ചതായ ദൂതാണ് ഇന്ന് പൽക്കാലം നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുന്നത്. And this morning the message is what the Spirit is interested upon me. ആമേൻ. ഇവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത് അനുസരണത്തെയും നിസ്സാരമെന്ന് തോന്നി ദാനത്തെയും ദൈവം വിലമതിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. What we see here is how God values our obedience and sacrifice. അത് മുഖാന്തരം അത്ഭുതകരമായ കരുതലും അനുഗ്രഹങ്ങളും കൈവരുത്തുവാൻ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നു, സഹായിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. And how that will lead to God's supernatural provisions. ആമേൻ. ഒന്നാമത് നമ്മൾ വായിച്ച വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് സാധ്യതയില്ലാത്തതിനെ ദൈവം ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. God uses the unlikely. സാധ്യത ഇല്ല എന്ന് നമുക്ക് തോന്നുന്നതായ സംഗതികളെയാണ് ദൈവം ചിലപ്പോൾ നമുക്ക് വേണ്ടി സഹായിക്കുവാൻ ഉപയോഗിക്കുന്നത്. What God does is he uses what is unlikely or what you think is impossible. ആമേൻ. ഇവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്ന ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. ദേശത്ത് നമ്മൾ ഇവിടെ സംസാരിക്കുന്ന വിഷയം ഏലിയാവിനെ കുറിച്ചാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. Now we know we are talking about Elijah in this passage. അവൻ ദൈവമായ കർത്താവിന്റെ അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിൻ്റെതായ കൽപ്പന അനുസരിച്ച് ആഹാബിന്റെ അടുക്കൽ കടന്നു ചെന്ന് ദൈവത്തിൻ്റെതായ വചനം അനുസരിച്ച് അത് പറഞ്ഞതിന് ശേഷം തന്നെ അവൻ അതായത് കെരീത്ത് തോട്ടിൽ ചെന്ന് ഒളിച്ചിരിക്കുവാൻ തക്കവണ്ണം യഹോവയായ കർത്താവ് കൽപ്പിച്ചു. Now God himself has told Elijah to go and challenge King Ahab, and post which he is going and hiding at Kerith. അപ്പോൾ അവിടെ ചെന്നപ്പോൾ യഹോവയായ ദൈവം അദ്ദേഹത്തെ പോഷിപ്പിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ കാക്കയായിരുന്നു. Now God has used a raven to make provision for Elijah. എന്നാൽ ആ ഭാഗം ആ മുമ്പിലത്തെ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ ദേശം വരണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവൻ അന്നത്തെ ആ കെരീത്ത് തോട്ടിലുള്ളതായ വെള്ളവും വറ്റിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് അത് മാറുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. We also understand there is a drought in the land and this brook is dried up. എന്നാൽ അവിടെ നിന്ന് അവൻ എവിടെ ഏലിയാവിനെ മറ്റൊരു സ്ഥലത്തേക്ക് ദൈവം കൊണ്ടുപോകുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. And what we read here is how God is taking Elijah from this brook to another place. ആമേൻ. അവിടെ ഇങ്ങനെയാണ് 7ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദേശത്ത് മഴ പെയ്യാകിയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി.
What we read in the 7th verse, sometime later the brook dried up because there had been no rain in the land. ആമേൻ. എന്നാൽ ഇവിടെ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ള സംഗതി എന്തെന്ന് ചോദിച്ചാൽ, ദൈവമായ കർത്താവിനെ നോക്കി ഇറങ്ങിത്തിരിച്ച ദൈവജനമേ, തോട് പറ്റിയാലും നമ്മെ നടത്തുന്ന, നമ്മെ കുറിച്ച് ഉത്തരവാദിത്വമുള്ള ഒരു ദൈവത്തെയാണ് ആമേൻ നാം ആരാധിക്കുന്നത്. I want to tell you that we worship a God who is responsible to take you from your dryness to another better place. ആമേൻ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം ആമേൻ ദൈവത്തിന് ഒരു പ്രത്യേകമായ കരുതലുണ്ട്, പ്രത്യേകമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. Because God has a specific responsibility to him. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാനും നിങ്ങളും ഏലിയാവന്മാരെ പോലെ, ഏലിയാക്കളെ പോലെ ഹല്ലേലൂയ ദൈവത്തിന് ഉത്തരവാദിത്വമുള്ളതായ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഹല്ലേലൂയ. എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. ആ കാര്യം നമ്മൾ മറന്നു പോകരുത്. You and I are chosen by God and God is responsible for you. Remember this. ആമേൻ. നിങ്ങൾ ജോലിയിലെ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾ കുടുംബങ്ങളിൽ വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങളുടെ ശരീരത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങളെ കുറിച്ച് ഹല്ലേലൂയ ദൈവത്തിനൊരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. Do not forget that God is responsible for you in your personal life, your professional lives. ആമേൻ. ഹല്ലേലൂയ. തോട് വറ്റിപ്പോയല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. Do not worry that the brook is dried. ഇന്ന് രാവിലെ സമയം കാക്ക വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. Do not worry that the raven has not shown up ആമേൻ. this morning. ഹല്ലേലൂയ. തോട് വറ്റിച്ചതായ ദൈവം കാക്കയുടെ വരവ് നിന്നു പോകുവാൻ തക്കവണ്ണം അനുവദിച്ചതായ ദൈവം മറ്റൊരു വിധത്തിൽ നമ്മൾ ഉദ്ദേശിക്കാത്തതായ നിലയിൽ ഹല്ലേലൂയ സാരാഫാത്തിലേക്ക് നിങ്ങളെ നയിച്ചിട്ട് അവിടെയും നിങ്ങൾ ഓർക്കാത്ത നിലയിലുള്ളതായ വിധത്തിലൂടെ നിങ്ങളെ നടത്തുവാൻ ശക്തനാണെന്നുള്ള കാര്യം കൂടെ നാം ഓർക്കണം. If he has put you in a circumstances, remember this, he is faithful to take you to Zarephath and make provisions for you. ഇവിടെ നമുക്ക് കാണാൻ തക്കവിടം കഴിയുന്നത്, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത്, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരാഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക, നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. So here is what God says, go at once to Zarephath of Sidon and stay at place and in a widow that will supply food for you. ആമേൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഇതൊരിക്കലും ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഞാനും നിങ്ങളും അവിടെ ആയിരിക്കുന്നെങ്കിൽ നമുക്കൊരിക്കലും മനസ്സിലാകാൻ കഴിയാത്ത ഒരു യുക്തിബോധമാണിത്. Now, if you and I are in that place, this may be an unthinkable circumstance. ആമേൻ. ഹല്ലേലൂയ. ആ നാട്ടിലെ വേറെ പണക്കാരില്ലയോ? Weren't there more rich men in that place? അവിടെ വേറെ സംവിധാനങ്ങൾ ഒന്നുമില്ലയോ? Weren't there other provisions in that place? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നാളെ മരിക്കാനിരിക്കുന്ന ഹല്ലേലൂയ അവസാനത്തെ മീൽ കഴിച്ചിട്ട്, അവസാനത്തെ ആഹാരം കഴിച്ചിട്ട് മരിക്കാനിരിക്കുന്ന ഹല്ലേലൂയ ഈ കുടുംബത്തിലേക്ക്, ഈ സഹോദരിയുടെയും ഈ മകന്റെ അടുക്കിലേക്കാണോ കർത്താവ് അയക്കേണ്ടത്? Is this the place that you want to send me, a woman that is desperate and about to die? ആമേൻ. പലപ്പോഴും നമ്മൾ ചോദിക്കുന്നതായി ചോദ്യം സ്വതവേ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഹല്ലേലൂയ നമ്മുടെ യുക്തിയിലേക്ക് കടന്നു വരുന്നതായി ചോദ്യം ഇത് തന്നെയായിരിക്കും. This may be but an obvious question that comes to our mind. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ ദൈവമായ കർത്താവിൻ്റെതായ ഹല്ലേലൂയ വചനം എന്ന് പറയുന്നത് ഇതൊരു നിർദ്ദേശമാണ്. ഹല്ലേലൂയ. ഇതൊരു കമാൻഡാണ്. കർത്താവ് പറയുന്നത്, നീ ഇവിടുന്ന് എഴുന്നേൽക്കുക, ഞാൻ നിന്നെ അവിടേക്ക് അയക്കാൻ പോകുകയാണ്. But remember, this is God's instructions and command that you get up from here and you go to that place. ആമേൻ. ആമേൻ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ ജോലിയിൽ തന്നെ ഹല്ലേലൂയ നിങ്ങൾ ഉദ്ദേശിക്കാത്തതായ നിലയിലുള്ളതായ സാഹചര്യങ്ങൾ ഉരുത്തിരിയുമ്പോൾ മനസ്സിലാക്കേണ്ടതായ ഒരു സംഗതിയുണ്ട്. ഹല്ലേലൂയ. ദൈവമാണ് നിങ്ങളെ അവിടെ അയച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ കുറിച്ച്, നിങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിലായിരിക്കുന്നതിനെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. Even you're going through difficult circumstances in your job, remember it is God who put you there.
അവൻ അവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്ന നമുക്ക് അനുകരിക്കാവുന്നതായ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം കെരീതി തോട്ടിലായാലും പ്രശ്നമില്ല, വിധവയുടെ വീട്ടിലായാലും പ്രശ്നമില്ല. കാരണം അവൻ ആശ്രയിക്കുന്നത് ഇതൊന്നുമല്ല, ഈ മീഡിയാസ് ഒന്നുമല്ല. അവൻ ആശ്രയിക്കുന്നത് ദൈവത്തെയാണ്. Now look at Elijah and learn this. It does not matter you're at a brook or at a widow's house, because he's not looking at the means, he is looking at the provider. ആമേൻ. ഇന്ന് പൽക്കാലം ദൈവവചനം കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ആശ്രയം ഹല്ലേലൂയ നമ്മുടെ ദൈവമാണെങ്കിൽ, ഹല്ലേലൂയ ഏത് സ്ഥലത്തിലാണെങ്കിലും യുക്തി പറയുകയാണ്, രക്ഷയില്ല. ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിലെ അനുഭവം നിങ്ങളോട് പറയുമായിരിക്കും, ഒരു സാധ്യതയുമില്ല എന്ന്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, ദൈവമായ കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ ആശ്രയിക്കുമ്പോൾ, ഹല്ലേലൂയ അതിൻ്റെതായ ഹല്ലേലൂയ അനുഗ്രഹം നാം പ്രാപിച്ചിരിക്കും. When in difficult circumstances your intellect will tell this is impossible, but if you trust in God, he will make it happen. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 9-ാമത്തെ നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരാഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക, നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. He tells him, you go to Zarephath, I have commanded a widow to take care of you. ആമേൻ. ഹല്ലേലൂയ. അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഉള്ളതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. What we have to learn is God does not work in our ways. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കും, അവർ ദേശത്തേക്ക് കടന്നു പോകുമ്പോൾ അവിടെ അല്പം ചുറ്റുപാടൊക്കെ ഉള്ള കിടന്നുറങ്ങുവാനും അതുപോലെ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് കർത്താവ് ഒരുക്കുന്നത് എന്നുള്ള നിലയിൽ വേണമെങ്കിൽ അവന്റെ വ്യക്തിപരമായി നമുക്ക് ചിന്തിക്കാം. Now intellectually we may think that God is going to send me to a well-endowed house. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാകാൻ തക്കവണ്ണം കഴിയുന്നു, ദൈവം ഉപയോഗിക്കുന്ന ആളെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത നിലയിൽ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിൽ, ഒരിക്കലും സംഭവ്യമെന്ന് നമ്മൾ തോന്നിക്കാത്തതായ നിലയിലുള്ളതായ വ്യക്തികളെയാണ് ചിലപ്പോൾ എന്റെയും നിങ്ങളുടെയും കാര്യം നടത്തി തരുവാൻ കർത്താവ് ഉപയോഗിക്കുന്നത്. Sometimes God will use people that you think nobody of that you haven't imagined. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നതായ ഒരു കാര്യം, ഹല്ലേലൂയ, ദൈവമായ കർത്താവിൻ്റെതായ വചനം എന്തായിരുന്നുവോ അതേപോലെ ഹല്ലേലൂയ ഏലിയാവ് അത് അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. But what we see here is Elijah is obedient to God's word. ആമേൻ. അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് 11-12 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഭാഗം ഒന്ന് വായിക്കാമോ? 11-12. ആ ആ Amen. And bring me please a piece of bread, as surely as the Lord your God lives. She replied, I don't have any bread, only a handful of flour in a jar and little oil in a jug. I'm gathering a few sticks to take home, make a meal for myself and my son, that we may eat it and die. അപ്പോൾ ഇവിടെ നമ്മൾ Great faith. ഇവിടെ ഭാഗം മനസ്സിലാക്കുമ്പോൾ യഹോവയായ ദൈവം പറയുന്നതായ ഒരു കാര്യമാണ്, നിന്നെ പുലർത്തേണ്ടതിന് വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. What here we have to observe is God is telling, I have commanded a widow to take care. ആമേൻ. ഞാൻ ഇന്നലെ ഇന്നും ഒക്കെയും ഈ ഭാഗം ചിന്തിച്ചപ്പോൾ മെഡിറ്റേറ്റ് ചെയ്തതായ സമയത്ത് ഇത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള വേദഭാഗമാണ്. വീണ്ടും ഞാൻ ചിന്തിച്ചതായ സമയത്ത് ചിലപ്പോൾ ഈ വിധവയോട് കർത്താവ് ചിലപ്പോൾ വല്ല സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ചിലപ്പോൾ സംസാരിച്ച് കാണാമായിരിക്കാം. And as I was meditating last night and this morning, I was thinking, how would God have conversed with this widow? നമ്മുടെ പ്രിയപ്പെട്ടവരും പലരും പല സ്വപ്നങ്ങളൊക്കെ കാണുന്നവരാണ്. Now some of us see dreams. ചില സ്വപ്നങ്ങൾ നടന്നെന്ന് വരാം, ചില സ്വപ്നങ്ങൾ നടന്നില്ലെന്നും വരാം. And now some dreams do come true and some don't. ചിലർ സ്വപ്നങ്ങൾ കണ്ട അത് അച്ചിട്ട് തന്നെ നടന്നെന്നും വരും. Sometimes it
it happens exactly as you imagine. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല. എന്നാൽ വിധവ എന്നുള്ളതായ വിഷയത്തിൽ അവൾ എങ്ങനെയാണ് ദൈവം അവളോട് സംസാരിച്ചതിനെ കുറിച്ച് വേദപുസ്തകം നമ്മളോട് പറയുന്നില്ല. Now the Bible here does not talk about how God has instructed this widow. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ചിലപ്പോൾ അവിടെ സ്വപ്നത്തിലോ ദർശനത്തിലോ അവൾ മനസ്സിൽ കണ്ടു കാണും, അവൾക്കവിടെ മനസ്സിലേക്ക് തോന്നിക്കാണും, അവൻ നാളെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരാൻ സാധ്യതയുണ്ട്, അവൻ ട്രീറ്റ് ചെയ്യണമെന്നുള്ളതായ നിലയിലായിരിക്കും ചിലപ്പോൾ അതായത് ദൈവത്തിൻ്റെതായ അവൻ നിയോഗമുണ്ടായത്. I imagine she must have seen a dream or visions about how God has been instructing her. ആമേൻ. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് അങ്ങനെ അവള് ആമേൻ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പിറക്കിക്കൊണ്ടിരുന്നു. And we read here, and he entered the town gate, he saw a widow picking up അപ്പോൾ sticks. ഈ വിധവ നിൽക്കുന്നത് എവിടെയാണ്? Where is this widow standing? അവൻ വീടിനടുത്തല്ല, Not near a house, അവൻ പട്ടണവാതിൽക്കലാണ് നിൽക്കുന്നത്. but she is at the town gate. അവൻ കാരണം വിറക് ചുറ്റുപാടുമുള്ള വിറകൊക്കെ പിറകി തീർന്നു. Because all the provisions near a house is over. അവൻ വിറക് പിറക്കാനായിട്ട് നമുക്കറിയാമല്ലോ, നമ്മുടെ നാടും രീതിയിൽ അവൻ വിറക് പിറക്കാൻ കാടിലും മറ്റുമൊക്കെയും പോകുന്നതായ ആൾക്കാരെ കുറിച്ച് നമുക്കറിയാമല്ലോ. Now we know how the gathering works. Sometimes you have to go to the forest. അങ്ങനെ ഈ വ്യക്തിയും വിറക് പിറക്കുവാൻ തക്കവണ്ണം അവിടെ കടന്നു വന്നിരിക്കുകയാണ്. Now this woman too has come to gather sticks. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എന്റെ ഉദ്ദേശം പറയുകയാണ്, വേദപുസ്തകങ്ങളിൽ ഉള്ള കാര്യമല്ല. അപ്പോൾ കഴിഞ്ഞ രാത്രി കാലം കണ്ടതായ നിർദ്ദേശമനുസരിച്ച് ചിലപ്പോൾ ഒരാളെ അവരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. Again, it's not in the Bible. I imagine she must have been expecting this man. അങ്ങനെ ഏലിയാവിനെ ഈ വിധവ കാണുകയാണ്. So she sees Elijah. ഏലിയാവ് കടന്നു വന്നിട്ട് പറയുകയാണ്, അവൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം തരണമെന്ന്. Elijah asked this woman, give me some water to drink. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിധവയ്ക്ക് വളരെ സന്തോഷമായി കാണും. Now she must have been happy immediately. ഓ എനിവേ ദൈവം പറഞ്ഞതുപോലെ ഞാൻ കണ്ടതുപോലെ ആള് വന്നു, ഏതായാലും ഇത്രയേ ഉള്ളല്ലോ, സംഭവം തീർന്നല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ആയിരിക്കാം വെള്ളം എടുക്കാൻ പോയത്. Now she must have imagined, just I saw the man is here, but he's only asking water, and she gives him. പക്ഷേ അവിടെ കൊണ്ട് അത് തീരുന്നില്ല. But it does not stop there. അവിടെ പറയുന്നത് അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ വീണ്ടും ഒരു ശബ്ദം കേൾക്കുകയാണ്, നീ പോകുമ്പോൾ എനിക്ക് ഒരു കഷണം അപ്പം കൂടെ കൊണ്ടുവരണമേ. But this is what we read, as she was going to get the water, she hears a voice, bring me some bread. ഇത് വാസ്തവത്തിൽ അവളെ ആകപ്പാടെ കുഴപ്പിക്കുന്ന ഒരു സംഗതിയായിരുന്നു. Now this question is perplexing her. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ വീട്ടിൽ അല്പം അപ്പമുണ്ട്, അവരുടെ ഭരണിയിൽ അല്പം എണ്ണയുണ്ട്, അവസാനത്തെ മീൽ ഉണ്ടാക്കിയിട്ട് അവസാനത്തെ ആഹാരം ഉണ്ടാക്കിയിട്ട് മരിക്കാനിരിക്കുന്ന കൂട്ടരാണ് ഇവര്. But we know she has little flour and oil, and she's preparing the last supper. അവസാനത്തെ മീൽ ഒരുക്കി അവർ കാത്തിരിക്കുന്ന വ്യക്തിയോടാണ് ഇപ്പോൾ ഏലിയാവ് പറയുന്നത്, നീ പോരുമ്പോൾ എനിക്ക് ഒരു കഷണം അപ്പം കൂടെ കൊണ്ടുവരണമേ എന്ന്. Now it is to this woman with this limited supply that Elijah is asking, give me bread. അവളെ സംബന്ധിച്ചിടത്തോളം കലത്തിലുള്ളതായ മാവ്, ഭരണി ുള്ളതായ എണ്ണ എന്ന് പറയുന്നത് എനിക്കും എന്റെ മകനും അവസാനത്തെ ആഹാരം ഭക്ഷണം കഴിഞ്ഞിട്ട് മരിക്കാനുള്ളതായ അവസാനത്തെ ഭക്ഷണം എന്നാണ് അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. To this woman, this is only one meal for me and my son, and nothing more, nothing remains. എന്നാൽ അവിടെ വന്നപ്പോഴാണ് ആ സമയത്ത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നെല്ലിപ്പലകയിലേക്ക് ഒരു ഭാഷയുണ്ടല്ലോ, അടിത്തട്ടിലേക്ക് കടന്നു വന്നതായ സമയത്ത് അതിനപ്പുറത്ത് കടന്നു പോകത്തക്ക വിധത്തിലുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഇവിടെ കേൾക്കുന്നത്. What we see here is she is at the rock bottom, and to her Elijah is asking. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം താല്പര്യമുള്ളതായ ദൂത് എന്നത് ചോദിച്ചാൽ, the message I want to bring you is this. നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് സാക്രിഫിഷ്യൽ
ഫിനാൻഷ്യലായിട്ട് കൊടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ദൈവം നമ്മെ മാനിക്കുന്ന ദൈവമാണ്. If you are willing to give from your nothingness, here is a God who is willing to honor you. ദൈവജനമേ, നമ്മൾ അമേരിക്കയിൽ പാർക്കുന്നതായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കാനേ പറ്റുകയില്ല. For those in America, this may be an unthinkable proposition. നമ്മുടെ ഫ്രീസറിലും അതുപോലെ ഫ്രിഡ്ജിലും ഹല്ലേലൂയ നമ്മുടേതായ അടുക്കളയിലും കിച്ചണിലും ഒക്കെ ഇഷ്ടംപോലെ ആഹാരം ഉണ്ടായിരിക്കാം. Our fridge and freezers and kitchens are abundant. ഹല്ലേലൂയ പലപ്പോഴും ആഹാരം ചിലപ്പോൾ ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അത് നമ്മൾ അതായത് വെറുതെ കളയോ അതായത് ഗാർബേജിൽ കളഞ്ഞു കളയുന്നതായ ഒരു അവസ്ഥയും നമ്മുടെ ജീവിതത്തിലുണ്ട്. We also have situations where we throw away this excess food. നമുക്ക് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പലപ്പോഴും മനസ്സിലാകാത്ത കാര്യമാണ്. Our kids may not understand this. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ വന്നിരിക്കുന്നതായ ദേശം വന്നിരിക്കുന്ന ദേശത്തെ കുറിച്ചല്ല, എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തെ നമ്മൾ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നും അല്ലെങ്കിൽ ആഹാരമില്ലാതെ വലയുന്ന അനേക ആയിരങ്ങളുണ്ട്. But if you think about our home country, there are thousands even today in poverty. കഴിഞ്ഞ ദിവസം പ്രിയ വത്സാന്റെയും പറയുണ്ടായി, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ അവർ എത്ര ആർത്തിയോടുകൂടിയാണ് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നത്, ആ കാഴ്ചയെ കുറിച്ച് പറയുകയുണ്ടായി. The other day Valsanti talked about in North India where they come with so much expectation to eat. ദൈവജനമേ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിവിടെ സുഭിക്ഷമായിട്ട് കഴിയുമ്പോൾ തന്നെ ഹല്ലേലൂയ ഭാരതത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വകയില്ലാത്ത അനേകായിരങ്ങളുണ്ട്. Remember, when you have plenty, there are millions out there who have nothing. ഇതിനിടയ്ക്ക് ഞാനൊന്ന് പറയട്ടെ, ഹല്ലേലൂയ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിച്ചപ്പോൾ ഹല്ലേലൂയ ഈ കാര്യം ഹല്ലേലൂയ ഇങ്ങനെ പറയണമെന്ന് എനിക്കൊരു നിയോഗം ഉണ്ടായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. I am telling you because the Spirit is instructing me to do it. ഈ പുതിയ വർഷത്തിൽ നിങ്ങൾ ഹല്ലേലൂയ ജോലി ചെയ്യുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരും അറ്റ്ലീസ്റ്റ് ഒരു വ്യക്തിയെങ്കിലും ഹല്ലേലൂയ മാസം തോറും ഹല്ലേലൂയ $100 കൊടുത്ത്, നമ്മെ സംബന്ധിച്ചിടത്തോളം $100 ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഹല്ലേലൂയ അവർക്ക് വളരെ ഹല്ലേലൂയ സുഭിക്ഷമായിട്ട് ഒരു മാസം കഴിയാൻ ചിലപ്പോൾ അത് സഹായിക്കും. I will instruct you to give at least $100 to someone in North India. To them it may be a month-long provision. ഇവിടെ നമ്മൾ ഇരിക്കുന്നതായി മിക്കവാറും കുഞ്ഞുങ്ങൾ ഒഴിച്ച് എല്ലാവരും ഹല്ലേലൂയ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ്. Most of you here are working. ഹല്ലേലൂയ നിങ്ങൾ എല്ലാവരും വ്യക്തിപരമായി നിങ്ങൾ മിഷൻ വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. You are personally supporting many ministries. അവരെ കുറിച്ചല്ല ഞാൻ ഓർപ്പിക്കുന്നത്. I am not talking about them. ഈവൻ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യൗവനക്കാർ മെക്ഡോണൽഡ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറന്റിലോ ഓഫീസിലോ ജോലി ചെയ്യുന്ന പൈതങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾ ഹല്ലേലൂയ മുൻകൈ എടുക്കണം. I want you to take the initiative that you waste money, that you will make charity. നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്വന്തം കാര്യം നടത്തുവാൻ ഡ്രസ്സിന് വേണ്ടി അല്ലെങ്കിൽ മറ്റേ പല വിഷയങ്ങൾക്ക് വേണ്ടി മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റെസ്റ്റോറന്റിൽ കടന്നു ചെല്ലുമ്പോൾ എന്തുമാത്രം കാശ മുടക്കുന്നത്. How much do we spend on our fashion and in restaurants? എന്ന് പൽക്കാലം ഓർപ്പിക്കട്ടെ, ഒരു മാസം $50 അല്ലെങ്കിൽ $100 എങ്കിലും അല്ലെങ്കിൽ ഇതുവരെയും കൊടുക്കുവാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവര്, അങ്ങനെയുള്ളവരെ ഓർത്ത് ഹല്ലേലൂയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ദൈവപ്രവർത്തനം നടത്തുന്ന പ്രിയപ്പെട്ടവരെ സഹായിക്കുവാൻ നിങ്ങൾ മുൻകൈ എടുക്കണം. I encourage you to make that contribution to support ministries in North India. ഹല്ലേലൂയ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. And back to the topic. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സാറാഫാത്തിലെ വിധവ ഹല്ലേലൂയ അവസാനത്തെ മീൽ കഴിക്കുന്ന വേളയിൽ അവൻ ഏലിയ വന്നു ചോദിക്കുകയാണ്, ആ മീൽ എനിക്ക് തരാമോ എന്നാണ്. And here we see the widow is about to have a last meal and Elijah asked her to give him that. ഹല്ലേലൂയ അവസാനം ഒരു മീലേ ഉള്ളെന്ന് ചിന്തിക്കുക. Think about it, it is the last meal. അവർ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആ മീൽ എനിക്ക് തരാമോ എന്നാണ്. This is a question, I want you to give that meal to me. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ അദ്ദേഹം അത് പറഞ്ഞ് വിടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ഹല്ലേലൂയ ഒരു വാഗ്ദത്തവുമായിട്ടാണ് ഹല്ലേലൂയ അവളെ പറഞ്ഞയക്കുന്നത്. But before he asked
asks this question, he makes a promise for her. അവൻ അവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത് അവളത് മനസ്സിലാക്കിയ മാത്രയിൽ അവൾ അവിടെ നിന്ന് ഹല്ലേലൂയ സന്തോഷത്തോടെ ഞാൻ ചിന്തിക്കുന്നത് ഭാവനയിൽ കാണുന്നത് ഹല്ലേലൂയ ഭാവനയിൽ ഞാൻ മനസ്സിലാക്കുന്ന എങ്ങനെയാണ് സന്തോഷത്തോടു കൂടെ തന്നെയായിരിക്കാം അവൾ അവിടെ അടുക്കളയിലേക്ക് പ്രവേശിച്ചത്. I imagine she must have rushed to the kitchen with happiness. ആമേൻ. ഇവിടെ നമ്മൾ ഞാൻ വായിച്ചത് ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ obedience unlocks God's doors of provision. We read here how obedience. അനുസരണം ദൈവത്തിന്റെ കരുതലിൻ്റെതായ വാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നു തരും. How the doors of provisions could be unlocked by obedience. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ഈ വിധവയെ കാണാൻ തക്കവണ്ണം കഴിയുന്നത് അവൻ അവസാനത്തെ മീല് എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവപുരുഷൻ മുമ്പിൽ നിൽക്കുമ്പോൾ വന്ന് ചോദിക്കുമ്പോൾ അത് മാത്രമല്ല ദൈവപുരുഷൻ പറയുകയാണ് ഹല്ലേലൂയ ഇത് നിന്റെ അവസാനത്തെ മീലല്ല ഹല്ലേലൂയ മുമ്പേ എനിക്കൊരു ചെറിയ അട ഉണ്ടാക്കുക അവൻ പിന്നെ ഉള്ള കാര്യം ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞേക്കുക. Here is the servant of God telling, first you prepare a bread for me and then God will take care of your needs. ദൈവജനമേ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. Let me remind you one thing. ഹല്ലേലൂയ. ദൈവത്തിൻ്റെതായ വചനം വെറും പാഴ്വാക്കുകളല്ല. God's words are not told in vanity. ഒന്നുകൂടെ പറയട്ടെ, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് വെറും പറയുന്നതായ ഒരു കാര്യമല്ല, പാഴ്വാക്കല്ല. His words are not in vain. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വെള്ളിയാഴ്ച പ്രസംഗത്തിൽ അവനക്ക് 2 ആഴ്ചയായിട്ട് ഞാൻ പ്രസംഗിച്ചത് ദൈവവചനത്തെ കുറിച്ചായിരുന്നല്ലോ. On Friday we spoke about God's word. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം കഴിവുള്ള ദൈവത്തിന്റെ വചനമാണ്. This word is alive and it is able to work for you even today. അവൻ നീ ദൈവവചനത്തെ അനുസരിക്കുന്നുവെങ്കിൽ, if you obey the word of God, ദൈവവചനം അനുസരിച്ച് ജീവിതത്തെ നയിക്കുന്നുവെങ്കിൽ, if you lead your life through obedience, അവൻ എന്ന് ഞാനൊന്ന് പറയട്ടെ, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രത്യേകം തുറന്നു തരുവാൻ തക്കവണ്ണം എന്റെ ദൈവത്തിന് കഴിയും. our God is able to open the shut doors for you. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഹല്ലേലൂയ ഇവിടെ ഏലിയാവ് പറഞ്ഞയക്കുന്നതായ ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. അപ്പോൾ അവൾ പറയുന്ന കാര്യം ഇതാണ്, നിന്റെ യഹോവയായ അവൾ നിന്റെ ദൈവമായ യഹോവയാണ്. കലത്തിൽ ഒരു പിടിമാവും തുരുത്തിയിൽ അപ്പവും എണ്ണയും മാത്രമല്ലാതെ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവള് 13 വാക്യം ഒന്ന് വായിച്ചോ. 13 ഭയപ്പെടേണ്ട. എന്താണ് ഇവിടെ പറയുന്നത്? ഭയപ്പെടേണ്ട. അവൾ പറയുന്നത് ഇങ്ങനെയാണ്, ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. When she says, as the Lord lives, I have nothing to give, here is what Elijah tells, don't be afraid, make a cake for bread for me and do this. ആമേൻ. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ആദ്യം എനിക്കൊരു ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്ക് നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. This is what he says, first you make a small bread for me, then you make for yourself and your son. ദൈവജനമേ ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ദൈവവചനത്തിനും ദൈവവചനം അനുസരിക്കേണ്ടതിനും നിങ്ങൾ പ്രയോറിറ്റി നൽകുന്നുവെങ്കിൽ ഹല്ലേലൂയ അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. If you give priority to words and obedience, he is the God who is able to richly reward you. നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ സകലത്തെയും നൽകി തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. In the New Testament we read, seek ye first the kingdom of God and all these things shall be added unto you. ആമേൻ. ഹല്ലേലൂയ. ആദ്യം നീ ഒരു അടവുണ്ടാക്കുക. ആ അടയ ഹല്ലേലൂയ ദൈവദാസൻ എന്നുള്ളതായ നിലയിൽ നീ കൊടുത്താൽ ഹല്ലേലൂയ ആമേൻ നിന്നെ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ളതായ
ഒരു ഉറപ്പാണ് ഇവിടെ നൽകുന്നത്. Here is an assurance to her. You give the first bread to God's servant and God will bless you. ദൈവമേ, ഇന്ന് പൽക്കാലം ഹല്ലേലൂയ അതിനോടുള്ള ബന്ധത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഹല്ലേലൂയ ഞാൻ മറ്റൊരു ദൂതായിട്ട് ഹല്ലേലൂയ പറയുവാൻ തക്കവണ്ണം ഓർത്തിരുന്ന കാര്യമാണ്. പക്ഷെങ്കിൽ സന്ദർഭവശാൽ ഇതോടൊപ്പം ഞാൻ നിങ്ങളോട് ഈ കാര്യം കൂടെ പറയട്ടെ. Here is another thing I want to instruct you. ആമേൻ. ദൈവവചനം, ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ ആമേൻ അനുഭവിക്കുന്ന ദൈവജനം നിങ്ങളുടെ വരുമാനത്തിന്റെ ഓഹരി ഹല്ലേലൂയ ദൈവ സന്നിധിയിൽ നിങ്ങൾ കൊടുക്കണം. If you have a blessing from God, bring a portion to his presence. ആമേൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ tithe and offering നിങ്ങൾ ദൈവത്തിന് കൊടുത്തിരിക്കണം. You must bring your tithe and offering to God. ആമേൻ. ഹല്ലേലൂയ നിങ്ങളുടെ tithe മൊത്തം ഈ നിങ്ങൾ കൂടുന്നതായി ഈ സഭയിൽ കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. I'm not saying bring all your tithe to this church. നിങ്ങൾ ചിലപ്പോൾ വ്യക്തിപരമായിട്ട് പല ആമേൻ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേങ്കിൽ നിങ്ങളുടെ ടൈറ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുവാൻ തക്കവണ്ണം എപ്പോഴും ഒരുക്കമുള്ളവരാണെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. You may be supporting ministries, but if you are faithful in giving, God is faithful in giving. ആമേൻ. ഒരു ഹൗസ് ഹോൾഡിൽ ഹല്ലേലൂയ മാതാപിതാക്കൾ അതുപോലെ കുഞ്ഞുങ്ങൾ എല്ലാവരും ജോലി ചെയ്യുന്നതായ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ മാതാപിതാക്കൾ കൊടുക്കട്ടെ, എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് കുഞ്ഞുങ്ങൾ ചിന്തിക്കരുത്. Kids should not think in my household my parents are giving, that is enough. ആമേൻ. ഇഫ് യു ആർ ഏർണിംഗ്, നിങ്ങൾ അത് പണം ഉണ്ടാക്കുന്നെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ പണം സമ്പാദിക്കുന്നെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടി പിതാക്കന്മാർ അല്ലെങ്കിൽ മാതാവ് കൊടുക്കട്ടെ, പപ്പ കൊടുക്കട്ടെ, മമ്മി കൊടുക്കട്ടെ എന്നല്ല. നിങ്ങൾക്ക് അനുഗ്രഹം വേണമെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് നിങ്ങൾ തന്നെ ഹല്ലേലൂയ ദൈവത്തിന് കൊടുക്കണം. If you are earning and if you want the blessing, you must give from what you earn. ആമേൻ. ഞാൻ പറഞ്ഞു ദൈവത്തിന് കൊടുത്താൽ ഒരിക്കലും അത് വെള്ളത്തിൽ പോകുകയില്ല. If you give to God, it will never be in vain. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞു വിധവയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്റെ കാര്യം പലരും ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്റെ കാര്യം നടത്താൻ തന്നെ എനിക്ക് പൈസ തികയുന്നില്ല. I've heard kids sometimes say, I don't get enough money to meet my own needs. എനിക്ക് പലതരത്തിലുള്ളതായ പേയ്മെന്റ്സ് ഉണ്ട്, പലതരത്തിലുള്ളതായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനാൽ എനിക്ക് ടൈത്ത് കൊടുക്കാൻ പറ്റുകയില്ല. I have so much expectations that I can't give tithe. ആമേൻ. ഞാൻ ഇവിടെ അതിന്റെ ഉദാഹരണമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. That's an example of what we read. ലാസ്റ്റ് മീൽ കഴിക്കാനിരുന്നതായ ഈ വിധവ, here is a widow looking to eat her last അമ്മ meal. ഇന്നത്തെ ഈ സംഗതി ഈ നേരം കഴിച്ചു കഴിഞ്ഞ പിന്നെ ആഹാരം ഇല്ല. After this meal there is no other meal. ആമേൻ. എന്നാൽ ആ സമയത്ത് അവിടെ നിന്ന് അല്പമെടുത്ത് ഏലി അവന് കൊടുത്തു. But from that she takes a portion and gives it to Elijah. ദൈവജനമേ, ഞാൻ ഇന്ന് പൽക്കാലം എന്നോടുള്ള ബന്ധത്തിൽ പറയട്ടെ. Let me tell you this. ആമേൻ. നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് കർത്താവ് ഹല്ലേലൂയ 2 കാശ് കൊടുത്ത വിധവയെ കർത്താവ് നോക്കി. God has seen the little widow who gave from everything she had. ആമേൻ. വെറും 2 penny മാത്രമേ കൊടുത്തുള്ളൂ. She just gave 2 pennies. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അതിനെ കണ്ടു. But Jesus saw that. കർത്താവ് അതിനെ കണ്ടിട്ട് പറയുകയാണ്, ഇവൾ എല്ലാവരും അധികമായി കൊടുത്തു. And Jesus says she gave more than ആമേൻ. everybody. നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ത്യാഗപരമായി എന്തെങ്കിലും കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, if you have a sacrificial giving, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾക്ക് സൗകര്യം കണ്ടില്ലേക്കാൻ, you may not have the meat. ഞാൻ ഇപ്പൊ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളോടാണ്, പ്രത്യേകിച്ച് ഏൺ ചെയ്യുന്നതായ യങ്സ്റ്റേഴ്സ് ആയ പിള്ളേരോടാണ്. I am talking to the youngsters who are earning. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ പൈസ കൊടുക്കണം. Give it for the glory of God. ആമേൻ. ഒരിക്കലും നിങ്ങൾ പാപ്പരാകില്ല. You will never be found wanting. ആമേൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ അവൾ അങ്ങനെ ചെയ്തു. ഹല്ലേലൂയ വിധവ അങ്ങനെ തന്നെ ചെയ്തു. അവളെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. And the widow gave as was asked and God started blessing her. ആമേൻ. ദൈവജനമേ, എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ കാര്യം ഇവിടെ വായിക്കുന്നത് അടുത്തത്, God multiplies what we surrender in the presence of God. ദൈവ സന്നിധിയിൽ സമർപ്പിക്കുന്ന എന്തിനേയും ഹല്ലേലൂയ വർദ്ധിപ്പിച്ചു തരുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് കഴിയും. Our God is able to multiply many times what you give. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പണം കർത്താവിന്റെ കയ്യിൽ കൊടുത്താൽ, Give your money to God. ആമേൻ, ദൈവം വർദ്ധിപ്പിക്കും. He will increase it. നമ്മുടെ സമയം ദൈവത്തിന് കൊടുത്താൽ, If you give your time to നമ്മുടെ God, സമയത്തെ ദൈവം വർദ്ധിപ്പിക്കും. He will increase the availability. നമ്മുടെ ആരോഗ്യം ദൈവത്തിന് കൊടുത്താൽ, If you give your health to God, ആമേൻ, ദൈവം അതിനെയും വർദ്ധിപ്പിക്കും. He will
spiritually increase it. നമ്മുടെ താലന്തുകളെ കർത്താവിന് കൊടുത്താൽ If you give your talents for God, ദൈവം അതിനെ വർദ്ധിപ്പിക്കും. He will increase it. നമ്മുടെ സാധ്യതകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ വർദ്ധിപ്പിച്ചു നൽകുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. He is a God who will multiply everything that you give Him. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സഹോദരിയെ കർത്താവ് അക്ഷാമകാലം മൊത്തം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എത്ര നാൾ ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അത്രയും കാലം കലത്തിലെ ഹല്ലേലൂയ മാവ് കുറഞ്ഞില്ല, ഭരണിയിലെ വെള്ളം എണ്ണ വറ്റിപ്പോകാത്തതായ നിലയിൽ ദൈവം അവർക്ക് വേണ്ടുന്നത് നൽകി. What we read is God provided for her through the entire drought. Her jars never became empty. ആമേൻ. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ മറ്റുള്ളവര് അതിശയം കൂറുമാറ്, അല്ലെങ്കിൽ അതിശയിക്കുമാറ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. God is a miracle working God. ആമേൻ. എന്താണ് ഇവിടെ ചെയ്തത്? എന്തായിരുന്നു ഈ പൂട്ട് തുറക്കുവാൻ തക്കവണ്ണം കാരണമായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ ഒള്ളി ഹല്ലേലൂയ അനുസരണം മാത്രമായിരുന്നു. സമർപ്പണം മാത്രമായിരുന്നു, ആ വില്ലിംഗ്നെസ് മാത്രമായിരുന്നു. ഇതാണ് ഈ കീ തുറക്കുവാൻ തക്കവണ്ണം ഇടയായത്. If you ask what unlocked her blessings, it is His obedience, her willingness and her giving. ആമേൻ. ഹല്ലേലൂയ. അവിടെ നമുക്ക് പിന്നെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ ദൈവനാമം അതിലൂടെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. What we read is God got all the glory. അനന്തരഫലമായി നമ്മുടെ ദൈവത്തിൻ്റെതായ മഹത്വം ഹല്ലേലൂയ അവൻ മറ്റുള്ളവർ അറിയത്തക്ക വിധത്തിൽ ഈ വിധവയെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ നാട് ഹല്ലേലൂയ വളരെ ക്ഷാമത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും പ്ലന്റി ആയിട്ടല്ല ഞാൻ ഇവിടെ പറയുന്നത്. അവൻ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ഭരണി നിറഞ്ഞ് അല്ലെങ്കിൽ മാവ് ഇങ്ങനെ ചാക്ക് കണക്കിനായെന്നല്ല ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ആവശ്യമുള്ളത് ദൈനംദിനം. I'm not saying that their barns were overflowing, but God provided what she needed. ഓരോ ദിവസവും ആവശ്യമായിരിക്കുന്ന ദൈവകൃപ. For each day the grace she needed. ഓരോ ദിവസവും ആവശ്യമായിരിക്കുന്നതായ ദൈവമായ സഹായം. The everyday help that she wanted. ദൈവമേ, അങ്ങനെ നാം ദൈവത്തിന് മുൻഗണന കൊടുത്താൽ, ദൈവം പറയുന്നത് അനുസരിക്കുന്നുവെങ്കിൽ നമ്മെ സഹായിക്കുന്ന ഒരു നല്ല ദൈവം സാരാഫാത്തിലെ വിധവയുടെ ദൈവത്തെ തന്നെയാണ് ഞാൻ നിങ്ങളും ഇന്ന് പൽക്കാലം ആരാധിക്കുന്ന ദൈവം. ദൈവത്തിന് മാറ്റമില്ല. ദൈവത്തെ ഹല്ലേലൂയ അനുസരിച്ചാൽ, ദൈവത്തിൻ്റെതായ ഹിതമനുസരിച്ചാൽ അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ്. If you give priority God, He is the same unchanging God of Zarephath, and He will provide for you. ആമേൻ. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കണ്ട് ആമേൻ സാക്ഷിയായി തീരുവാൻ, ദൈവനാമം ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം കാരണമായി തീരും. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ ഹല്ലേലൂയ ഒരു മിനിറ്റ് വചനം കേട്ടതായി വചനത്തിന് മുമ്പാകെ കർത്താവേ ഹല്ലേലൂയ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർക്ക് സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കഴിയും? കർത്താവേ ഹല്ലേലൂയ I want to surrender myself. Hallelujah. Surrender myself, Lord. In the light of the word I just received, I want to surrender. Hallelujah. I want to contribute. Hallelujah. I want to be used by God. Hallelujah. How many of you are willing to say it? Hallelujah. എത്ര പേർക്ക് അത് പറയുവാൻ തക്കവണ്ണം കഴിയും? പരിശുദ്ധ പിതാവേ, ഞങ്ങളോട് അവിടുത്തെ ഹൃദയമായി സംസാരിച്ചതിനായി സ്തോത്രം. അതിനനുസരിച്ച് ജീവിപ്പാൻ ദൈവകൃപ നൽകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പുത്രനെ മഹത്വപ്പെടുത്തിയാണ്ട് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പ്രൈസ് ആൻഡ് വർഷിപ്പ്. പ്രൈസ് ദി ലോർഡ്.